ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ പുതിയ വീട്ടിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ആരുടെ വീടാണെന്നുള്ളത്. ആക്ച്വലി ഇത് എൻ്റെ വീടല്ല, താത്താൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഹൗസ് വാമിൻ്റെ അന്ന് നമ്മൾ പോയിട്ട് അന്ന് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഫയിൽ കിടന്നുറങ്ങുന്നത് താത്താൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഞാൻ വേഗം സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. തലേ ദിവസം ഒട്ടും ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ക്ഷീണം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് കേട്ടോ. എന്നാലും നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസമായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പന്തലും സെറ്റിങ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം തന്നെ താത്ത വേഗം ഒരു ഗ്ലാസ് ചായ അങ്ങ് തന്നു. ആ ഉറക്കക്ഷീണം അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഉമ്മയും താത്തയും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഒരു ചായയും പിടിച്ച് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാനാണ് റെഡിയാക്കുന്നത്. കറി നാത്തൂൻ സെറ്റാക്കുന്നുണ്ട്. പുട്ടാണ് നമ്മൾ അംഗസംഖ്യകൾ കൂടുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുട്ട് അല്ലെങ്കിൽ ദോശയൊക്കെയാണ്. അപ്പോൾ പുട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അതാണല്ലോ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു സംഭവം. അപ്പം കറി അവിടെ നാത്തൂന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആദ്യം കുട്ടീസിനൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളവും ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ ദിവസം നല്ല എന്നാണ് കേട്ടോ കൈപ്പുറം പൂരം എന്ന് പറയുന്നത്. മാപ്പിളപ്പൂരം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ നിരന്ന് ഇത് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോ ടീംസായിട്ട് തോന്നുന്നു. കാരണം ഒരുപാട് ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ കാണുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് കാണുന്നത് കേട്ടോ. ഇപ്പം ഇത്രയും അടുത്ത് നിന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് കാണുന്നത്. അപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ കുട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അങ്ങ് ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ ഒരു ഉച്ചറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മളൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അറിയാനുള്ളൊരു ത്വരയുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടീസിനൊക്കെ ആദ്യം തന്നെ പുറത്താക്കിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും കുട്ടീസ് എല്ലാവരും കൂടെ വന്നു. ആകെ ഒച്ചയും ബഹളും ഒക്കെ ആയി. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ലോങ് വീഡിയോ ആയി പോവും. നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് കേട്ടോ. പിന്നെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് പാത്രങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിനിടയിൽ ഇത് ഈ ഒരു ക്ലോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഡിന്നർ സെറ്റ്, അതുപോലെ തന്നെ കാണാനായിട്ട് കുറച്ച് ഷോക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്തു. ഇതുപോലെയുള്ള ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്നാണ് അവിടുത്തെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. കാരണം വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും എല്ലാം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. കുട്ടികളൊക്കെ ഭയങ്കര
ഭയങ്കരമായിട്ട് എന്താ പറയുക ഒച്ചയും ബഹളവും എല്ലാം ആയിരുന്നു. അപ്പം നമ്മൾ നേരെ കിച്ചണിൽ പോയപ്പോൾ അതാ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. ചിക്കൻ കറിയും പൊറോട്ടയും ചോറും എല്ലായിരുന്നു അന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്തിനാന്നുള്ളത് ഉമ്മക്ക് അറിയില്ല. നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞാൽ ഉമ്മ വീഡിയോ എടുക്കാനും സമ്മതിക്കൂല. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞൊരു നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അളിയൊക്കെ പറഞ്ഞു അന്ന് നമുക്ക് പൂരപ്പറമ്പ് കാണാത്ത ആൾക്കാരാക്കിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പൂരപ്പറമ്പ് കണ്ടവരില്ല. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ പൂരപ്പറമ്പ് കാണാനായിട്ട് ഇറങ്ങി. അവിടുന്ന് കുറച്ച് കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി, പിന്നെ ചായ കുടിച്ചു, ബജിയോ അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.